NRI അക്കൗണ്ട്സ്. ആരെയാണ് നമ്മൾ NRI എന്ന് പറയാം? നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. എന്താ നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഒരാൾ ഓർഡിനറി റെസിഡൻ്റ് ആവാം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, അതല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. ഓക്കെ, അപ്പം ഈ ഒരു ആക്ട് പ്രകാരം അവരുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് കഴിഞ്ഞ വർഷം എത്ര ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു, അവസാനത്തെ 4 വർഷം എത്ര ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഏത്? NRI എന്ന് പറയുന്നത്, നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ NRIസിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ NRIസിന് എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട് വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NRIസിന് ഇന്ത്യയിൽ നോർമൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, ഒരാൾ NRI ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്ത്യയിൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ടൈപ്സ് ഓഫ് NRI അക്കൗണ്ട്സ്. NRIs can open 3 major categories of accounts with Indian banks. ഓക്കെ, പ്രധാനമായിട്ടും 3 ടൈപ്പ് NRI അക്കൗണ്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ, NRO അക്കൗണ്ട്. എന്താ NRO അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. ഓക്കെ, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. രണ്ടാമത്തേത് NRE അക്കൗണ്ട്. NRE അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് തേർഡ് വൺ FCNR അക്കൗണ്ട് അല്ലെങ്കിൽ FCNRB ഡെപ്പോസിറ്റ് എന്ന് പറയും. ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട്. ഇതിനകത്ത് വരുന്നത് ഫോറിൻ കറൻസി. ഓക്കെ, ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഇങ്ങനെ 3 ടൈപ്പ് അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടും NRIസിന് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ NRO, സെക്കൻഡ് വൺ NRE ആൻഡ് തേർഡ് വൺ FCNR. NRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട് ആണ്. NRE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ആണ്. FCNR എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് ജസ്റ്റ് എന്താണ് ഈ 3 അക്കൗണ്ടുകളും അല്ലെങ്കിൽ എന്താണ് ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്നൊന്ന് പറയാം. NRO അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇന്ത്യയിലാണ് ഇത്രയും കാലം താമസിച്ചത്. ഓക്കെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാൾ വിദേശത്തേക്ക് പോകുന്നു, അവർക്ക് പിന്നെ NRI സ്റ്റാറ്റസ് ആയിട്ട് മാറി. ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോഴും ഇന്ത്യയിൽ അവർക്ക് ഇൻകം ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അവരിവിടെ താമസിക്കാത്തതുകൊണ്ട് അവർക്ക് സാലറി ഒന്നും ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ പലതരത്തിലുള്ള ഇൻകം ഉണ്ടാവാം. എന്തൊക്കെ ഉണ്ടാവാം? റെന്റ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ടാവാം, ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഇൻകം അവർക്ക് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ എമൗണ്ട് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് NRO. ഓക്കെ, അപ്പോൾ NRO എന്ന് പറഞ്ഞാൽ എന്താ? ഒരു NRIക്ക് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതാണ് NRO അക്കൗണ്ട്. രണ്ടാമത്തേത് NRE, എക്സ്റ്റേണൽ ആണ്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിദേശത്തേക്ക് പോയി എന്ന് പറയുമ്പം മെജോറിറ്റി കേസിലും അവർ പോകുന്നത് എന്തിനായിരിക്കും? ജോലി ചെയ്യാനായിരിക്കും, അല്ലേ? അപ്പോൾ അവർക്ക് അവിടെ പോയിട്ട് ഫോറിൻ കൺട്രിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം, ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതാണ് NRE അക്കൗണ്ട്. ഓക്കെ, മൂന്നാമത്തേത് ഏതാ? FCNR അക്കൗണ്ട്. FCNR അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്ത ഇൻകം ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതാണ് FCNR. ഫോർ എക്സാമ്പിൾ, ഒരാൾ USA വിചാരിക്കാം, അപ്പോൾ അവർക്ക് ഡോളർ ആയിരിക്കും, അല്ലെ? അവർ ഏൺ ചെയ്യുന്ന ഇൻകം ഡോളർ ആയിരിക്കും. അതേ കറൻസിയിൽ തന്നെ ഇന്ത്യയിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് FCNR അക്കൗണ്ട്. അപ്പോൾ 3 അക്കൗണ്ട്സ് ആണ്, NRO, NRE, FCNR. NRO എന്തിനുള്ളതാ? ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. NREO, ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. FCNR ആണെങ്കിലോ ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, NRO അക്കൗണ്ട്. ഫസ്റ്റ് അക്കൗണ്ട് ആണ് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. An NRO account is used to manage income earned in India by an NRI.
ഓക്കെ, NRIക്ക് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഒരു ഇൻകം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് ആണ് ഇത് NRO അക്കൗണ്ട്. അപ്പോൾ ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് NRO അക്കൗണ്ട്സ് ആണ് പറയുന്നത്. NRO സേവിങ്സ് അക്കൗണ്ട്, NRO കറൻറ്റ് അക്കൗണ്ട്, NRO റെക്കറിങ് അക്കൗണ്ട്, NRO ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ റെക്കറിങ് ആയിട്ടും ഫിക്സഡ് ആയിട്ടും കറൻറ്റ് ആയിട്ടും സേവിങ്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, NRO അക്കൗണ്ട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻകം ദാറ്റ് അറൈസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് NRO അക്കൗണ്ട്, സച്ച് ആസ് റെൻറ്റ്, പെൻഷൻ, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഇങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യൻ റുപ്പി. ഓക്കെ, അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. റീപാട്രിയേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്. ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റാണ് റീപാട്രിയേഷൻ. റീപാട്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ NRI ആവുമ്പം അവർ താമസിക്കുന്നത് എവിടെയായിരിക്കും, ഫോറിൻ കൺട്രിയിലായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ അങ്ങോട്ട് വിഡ്രോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, റീപാട്രിയേഷൻ എന്ന് പറയാം. ഈ റീപാട്രിയേഷന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപാട്രിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാം എന്നല്ല, അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്, ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷേ റീപാട്രിയേഷന് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഇത് NRO അക്കൗണ്ട്. അപ് ടു $1 million പെർ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, എമൗണ്ട് വളരെ ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷേ ഈ എമൗണ്ടിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ റീപാട്രിയേഷന് റെസ്ട്രിക്ഷൻ ഉള്ള ടൈപ്പ് ഓഫ് NRI അക്കൗണ്ട് ആണേത് NRO അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. ജോയിൻറ്റ് അക്കൗണ്ട് ഈസ് അലൗഡ് വിത്ത് ബോത്ത് NRI ആൻഡ് റെസിഡൻറ്റ് ഇന്ത്യൻ. ഇത്തരത്തിലുള്ള NRO അക്കൗണ്ടിൽ NRIസിന് ജോയിൻറ്റ് അക്കൗണ്ട് ആയിട്ടും എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ജോയിൻറ്റ് അക്കൗണ്ട് ഒന്നുകിൽ ജോയിൻറ്റ് അക്കൗണ്ടിൽ കൂടെയുള്ള അക്കൗണ്ട് ഹോൾഡർ NRI ആവാം, അല്ലെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യനും ആവാം. ഓക്കെ, രണ്ടാണെങ്കിലും ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ആർക്ക് കഴിയും, NRIക്ക് കഴിയും. ഇതൊക്കെ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിൽ വരുന്ന ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്. ഇനി ഫങ്ഷൻസ് നോക്കാം. ടു മാനേജ് ഇന്ത്യൻ ഏർണിങ്സ് വൈൽ ലിവിങ് അബ്രോഡ്. NRO അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അബ്രോഡ് ജീവിക്കുന്ന സമയത്ത്. ഓക്കെ, ഫോറിൻ കൺട്രിയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലുള്ള ഏർണിങ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് അക്കൗണ്ട്, NRO അക്കൗണ്ട്. ടു മേക്ക് ലോക്കൽ പേയ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ സച്ച് ആസ് റെൻറ്റ്, ബിൽ, EMI എക്സെട്ര. ഇന്ത്യയിൽ ലോക്കൽ പേയ്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബില്ല് അടയ്ക്കുക അല്ലെങ്കിൽ EMI പേയ്മെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ലോക്കൽ പേയ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ടു ഹോൾഡ് മണി ഓഫ് എ ബിസിനസ് ഓർ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് റെൻറ്റ് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ബിസിനസ് പ്രോഫിറ്റ്സ് ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് അക്കൗണ്ട് യൂസ് ചെയ്യാം, NRO അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് NRO അക്കൗണ്ടിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NRO അക്കൗണ്ട് എന്താ, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് അലൗസ് ടു കളക്ട് എനി ഇന്ത്യൻ ഇൻകം ലീഗലി. ഓക്കെ, നിയമപരമായിട്ട് ഏതൊരു ഇന്ത്യൻ ഇൻകവും റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന, പെർമിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് NRO അക്കൗണ്ട്. സെക്കൻഡ് വൺ, ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ ഡെപ്പോസിറ്റ് എമൗണ്ട് ഫ്രം എനി ഇന്ത്യൻ സോഴ്സ്. ഓക്കെ, നോ ലിമിറ്റ് ഓൺ ദ ഡെപ്പോസിറ്റ് എമൗണ്ട്. നമ്മൾ നേരത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്തിനാണ്, റീപാട്രിയേഷൻ ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഏൺ ചെയ്ത എമൗണ്ട് ഫോറിൻ കൺട്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്തില്ല, ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ്. ഓക്കെ, ഇറ്റ് പെർമിറ്റ്സ് ഈസി ജോയിൻറ്റ് ഓപ്പറേഷൻ വിത്ത് എ റെസിഡൻറ്റ് ഇന്ത്യൻ. ഒരു ഇന്ത്യൻ റെസിഡൻറ്റുമായിട്ട് ജോയിൻ്റ്ലി വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. ഇതൊക്കെ NRO അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്.
ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഇസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിലുള്ള എമൗണ്ടിന് മുകളിൽ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ എന്താണ്? ടാക്സബിൾ ആണ്. ടാക്സ് ഇസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആണ് NRO അക്കൗണ്ട്. റീപാട്രിയേഷൻ ഇസ് ലിമിറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അപ് ടു $1 million. റീപാട്രിയേഷൻ എന്താണ്? നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. പിന്നെ റിക്വയർ മോർ RBI ഡോക്യുമെന്റേഷൻ ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ് അബ്രോഡ്. നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പം റെസ്ട്രിക്ഷനിലേക്ക് മുകളിലേക്കുള്ള എമൗണ്ട് അല്ല, അതിനേക്കാൾ കുറവാണെങ്കിൽ റീപാട്രിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഫോറിൻ ഇൻകം കനോട്ട് ബി ഫ്രീലി ഡെപ്പോസിറ്റഡ്. ഓക്കെ, ഫോറിൻ ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ അക്കൗണ്ട് എന്തിനുള്ളതാ? ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്, NRO അക്കൗണ്ട്. അടുത്തത് NRE അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഓക്കെ, എന്താണ് NRE അക്കൗണ്ട്? An NRE account is a rupee denominated bank account. ഓക്കെ, ഓർത്ത് വയ്ക്കുക, എക്സ്റ്റേണൽ അക്കൗണ്ട് ആണെങ്കിലും ഡിനോമിനേഷൻ എന്ത് തന്നെയാണ് വരുന്നത്? റുപ്പി ഡിനോമിനേറ്റഡ് ബാങ്ക് അക്കൗണ്ട് വേർ an NRI can deposit income earned outside India. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്തിട്ടുള്ള ഒരു ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ഇത് NRE അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. നമ്മൾ NROയിൽ പറഞ്ഞ പോലെ തന്നെ NREയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഏതൊക്കെയാണ്? സേവിങ്സ്, കറൻറ്റ്, റെക്കറിങ്, ഫിക്സഡ്. ഇതൊക്കെ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിനകത്തുണ്ട്? NRE അക്കൗണ്ടിലുണ്ട്. അപ്പോൾ NRE അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ്സ് ആർ മെയ്ഡ് ഓൺലി ഫ്രം ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോറിൻ കറൻസി റെമിറ്റൻസ് എന്ന് പറയും. ദെൻ ഫുള്ളി റീപാട്രിയബിൾ. ഓക്കെ, NROയിൽ നമ്മൾ എന്താ പറഞ്ഞേ? റീപാട്രിയേഷന് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേസമയം NRE അക്കൗണ്ട് ആണെങ്കിൽ ഫുള്ളി റീപാട്രിയബിൾ. ഫുള്ളി റീപാട്രിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും മുഴുവനായിട്ട് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പം ഫുള്ളി റീപാട്രിയബിൾ ആയിട്ടുള്ള റീപാട്രിയേഷന് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത അക്കൗണ്ടാണിത് NRE അക്കൗണ്ട്. പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ടേക്കൺ ബാക്ക് അബ്രോഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ജോയിൻ്റ് അക്കൗണ്ട് അലൗഡ് ഓൺലി വിത്ത് NRI. NROയിൽ നമ്മൾ എന്താ പറഞ്ഞേ? ജോയിൻ്റ് അക്കൗണ്ട് പറ്റും, NRIയുമായിട്ടും ചെയ്യാം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടും ചെയ്യാം. അതേസമയം NREയിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാം. എങ്ങനെ മാത്രമേ പറ്റുള്ളൂ? ഓൺലി വിത്ത് അനദർ NRI. ഒരു നോൺ റെസിഡൻറ്റുമായിട്ട് മാത്രമേ നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് വിത്ത് റെസിഡൻറ്റ് ഇന്ത്യൻ. ഓക്കെ, നോർമൽ കേസിൽ ഇന്ത്യൻ റെസിഡൻറ്റുമായിട്ട് ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് ഓൺ ഫോമർ ഓർ സർവൈവർ. നമ്മൾ ജോയിൻ്റ് അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് അല്ലേ? ഐദർ ഓർ സർവൈവർ, ഫോമർ ഓർ സർവൈവർ, ലാറ്റർ ഓർ സർവൈവർ, ജോയിൻ്റ്ലി ഓർ സർവൈവർ, എനിവൺ ഓർ സർവൈവർ. ഒരുപാട് ടൈപ്സ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട്സ് ഉണ്ട്. ഇതിൽ ഫോമർ ഓർ സർവൈവർ ആവുന്ന സമയത്ത് അവിടെ RBIയുടെ റിലാക്സ്ഡ് റൂൾസ് പ്രകാരം നമുക്ക് ഇന്ത്യൻ റെസിഡൻറ്റുമായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതൊരു എക്സെപ്ഷണൽ കേസാണ്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനറലി എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ത്യൻ റെസിഡൻറ്റുമായിട്ട് ജോയിൻ്റ്ലി അക്കൗണ്ട് തുടങ്ങാൻ ആർക്ക് പറ്റില്ല? NRIക്ക് പറ്റില്ല. ഏത് അക്കൗണ്ടാണ് പറ്റാത്തത്? NRE അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേവ് ഓവർസീസ് ഏർണിങ്സ് ഇൻ ഇന്ത്യ അല്ലേ? ഓവർസീസ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ കൺട്രിയിൽ, ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഒരു ഇൻകം,
അത് ഇന്ത്യയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് NRE അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ FD, മ്യൂച്വൽ ഫണ്ട്, പ്രോപ്പർട്ടി പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ഇത് NRE അക്കൗണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സെൻഡിങ് മണി ടു ഫാമിലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഫാമിലീസിനൊക്കെ നമുക്ക് എമൗണ്ട് അയച്ചു കൊടുക്കണമെങ്കിൽ, ക്യാഷ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് NRE അക്കൗണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജസ്. ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഇൻകം ഇൻ ഇന്ത്യ, നോ ഇൻകം ടാക്സ് ഓർ TDS. NRE അക്കൗണ്ടിലെ എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. എന്തുകൊണ്ടാണ് ഇത് ടാക്സ് ഫ്രീ ആവുന്നത്? അതിനുള്ള കാരണം ഇന്ത്യയിലെ റിസോഴ്സ് ഉപയോഗിച്ച് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്ത ഒരു ഇൻകം അല്ല ഇത്. ഓക്കെ, ഇത് ഫോറിൻ കൺട്രിയിലെ റിസോഴ്സ് ഉപയോഗിച്ച് ഫോറിൻ കൺട്രിയിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. സോ അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റീപാട്രിയബിൾ ആണ് അല്ലേ. ഇങ്ങനെ റീപാട്രിയബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിലല്ല ജനറേറ്റ് ചെയ്തത്, ഇന്ത്യയിലെ റിസോഴ്സ് അല്ല ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യില്ല, ടാക്സബിൾ ആക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഫ്രീ റീപാട്രിയേഷൻ ഓഫ് ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് കൊണ്ടുപോകാം വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതും ഈ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഐഡിയൽ ഫോർ വെൽത്ത് പാർക്കിംഗ് ആൻഡ് റെമിറ്റൻസ് ടു ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യണമെങ്കിലൊക്കെ വെൽത്ത് പാർക്കിങ്ങിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഓക്കെ, നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യണം, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഇൻകം ഏൺ ചെയ്യണം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. അപ്പോൾ NRE അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ലോക്കൽ ഏർണിങ്സ് cannot ബി ഡെപ്പോസിറ്റഡ് അല്ലേ. ലോക്കൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം, നമുക്ക് ഇന്ത്യയിൽ റെൻറ്റ് കിട്ടാനുണ്ട്, ഇന്ത്യയിൽ ഡിവിഡൻറ്റ് കിട്ടാനുണ്ട്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, NRE അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ലിമിറ്റേഷൻ. വിഡ്രോവൽസ് ആർ ഇൻ INR അല്ലേ, ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്നത്. സോ വെൻ കൺവേർട്ടിംഗ് ബാക്ക് ടു ഫോറിൻ കറൻസി there may be currency conversion loss. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്ത് വരാം, നഷ്ടം വന്നേക്കാം. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇഫ് NRI ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻകം ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ഇൻകം ഉള്ള ഒരു NRI ആണെങ്കിൽ അവർക്ക് ഈ ഒരു അക്കൗണ്ട് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൽ വരുന്നത്, NRE അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ വരുന്നത്. അടുത്തത് FCNRB അക്കൗണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, a term deposit held in foreign currency by an NRI in a bank in India. ഓക്കെ, എന്താ പറയുന്നത്, ടേം ഡെപ്പോസിറ്റ് ആണ്. FCNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേം ഡെപ്പോസിറ്റ്. NROയിലും NREയിലും നമ്മൾ എന്താ പറഞ്ഞേ, സേവിങ്സ് ആവാം, കറൻറ്റ് ആവാം, ഫിക്സഡ് ആവാം, റെക്കറിങ് ആവാം. അതേസമയം FCNRB അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും, ടേം ഡെപ്പോസിറ്റ് മാത്രമായിരിക്കും. ഹെൽഡ് ഇൻ ഫോറിൻ കറൻസി, ഹെൽഡ് ഇൻ ഫോറിൻ കറൻസി. ഓക്കെ, ഇന്ത്യൻ റുപ്പിയിലല്ല ഈ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫോറിൻ കറൻസിയിലാണ്. പക്ഷേ അക്കൗണ്ട് ഉള്ളത് എവിടെയാണ്, ഇന്ത്യയിലെ ഒരു ബാങ്കിലാണ് ഉള്ളത്. അപ്പോൾ FCNR അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്തിട്ടുള്ള ഒരു ഇൻകം ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു അക്കൗണ്ടാണ് FCNRB അക്കൗണ്ട്. ബാങ്ക്സ് അലൗ പോപ്പുലർ ഫോറിൻ കറൻസീസ് സച്ച് ആസ് US ഡോളർ, GBP, EUR. ഓക്കെ, ഇങ്ങനെയുള്ള കറൻസീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ അലോ ചെയ്യുന്നുണ്ട്. ഇത് ഓരോ ബാങ്കിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എക്സാക്ട് ലിസ്റ്റ് മേ വേരി ബൈ ബാങ്ക്. ബാങ്കുകൾ തമ്മിൽ ഇതിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള ഫോറിൻ കറൻസീസ് ഒക്കെ എന്ത് ചെയ്യും, ബാങ്ക്സ് അലോ ചെയ്യും. അപ്പോൾ ഫോറിൻ കൺട്രിയിലെ എമൗണ്ട്, ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ട് ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് NRI അക്കൗണ്ടാണ് FCNRB അക്കൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സേവിങ്സ് അക്കൗണ്ട്, ഓൺലി എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതൊരു സേവിങ്സ് അക്കൗണ്ട് അല്ല, ഇതൊരു
FD ആണ്. ഓക്കെ, ടേം ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ആർ ഇൻ ഫോറിൻ കറൻസി. ഡെപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്? ഫോറിൻ കറൻസിയിലാണ്. നോ INR ഫ്ലക്ച്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കറൻസിയുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യില്ല, ഈ പർട്ടിക്കുലർ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അത് ഏതിനെ എഫക്റ്റ് ചെയ്യും? NRE അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താ? ഏൺ ചെയ്യുന്നതും ഡെപ്പോസിറ്റ് ചെയ്യുന്നതും രണ്ട് കറൻസിയിലായതുകൊണ്ട്. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. നെക്സ്റ്റ്, ഫുള്ളി റീപാട്രിയബിൾ ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. NREയിൽ പറഞ്ഞ പോലെ തന്നെ FCNRലും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും മുഴുവൻ എമൗണ്ടും നമുക്ക് എന്ത് ചെയ്യാം? റീപാട്രിയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് FCNR അക്കൗണ്ട്. ഇറ്റ് ഹെൽപ്സ് NRIs അവോയ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് റിസ്ക് അല്ലേ. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ആ ഒരു റിസ്കിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഏത് സഹായിക്കും? FCNR അക്കൗണ്ട് സഹായിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം സേവിങ്സ് ഇൻ ഫോറിൻ കറൻസി വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ലോങ് ടേം സേവിങ്സ് നടത്തണമെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് FCNRB അക്കൗണ്ട്. ഇറ്റ് അലൗസ് NRIs ടു ഏൺ സ്റ്റേബിൾ ഇൻട്രസ്റ്റ് വൈൽ പ്രൊട്ടക്റ്റിംഗ് കറൻസി വാല്യൂ. കറൻസി വാല്യൂ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ ഏത് സഹായിക്കും? FCNRB അക്കൗണ്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് FCNRBയുടെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? സീറോ കറൻസി റിസ്ക് സിൻസ് ഫണ്ട് സ്റ്റോർഡ് ഇൻ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയിൽ ഏൺ ചെയ്യുന്നു, ഫോറിൻ കറൻസിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ അവിടെ കറൻസി റിസ്ക് എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, ഈ ഒരു അക്കൗണ്ടിലെ എമൗണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ അല്ലേ. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ എമൗണ്ട് ടാക്സബിൾ അല്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഫുള്ളി റീപാട്രിയബിൾ. പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റീപാട്രിയബിൾ ആണ്. ഇറ്റ് yields സ്റ്റേബിൾ റിട്ടേൺസ് ഈവൻ വെൻ ദ വാല്യൂ ഓഫ് റുപ്പി ഡിപ്രീഷിയേറ്റ്സ്. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ FCNR അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഇറ്റ് cannot be opened by resident Indians. Automatically converted when NRI returns to India. FCNR അക്കൗണ്ട് ഒരിക്കലും ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല? ഇന്ത്യൻ റെസിഡൻസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു NRI അബ്രോഡ് താമസിക്കുന്നതൊക്കെ നിർത്തി സെറ്റിൽ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി മുതൽ അവർ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറും അല്ലേ. മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ അക്കൗണ്ടും എന്ത് ചെയ്യും? കൺവേർട്ടഡ് ആവും. പിന്നെ അത് FCNR അക്കൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ FCNR അക്കൗണ്ട് ഒരിക്കലും ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. മിനിമം ടെന്യൂർ 1 year ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ടേം ഡെപ്പോസിറ്റ് ആയിട്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് തന്നെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം 1 വർഷമെങ്കിലും വേണം. പ്രീ മെച്യൂർ വിഡ്രോവൽ മേ കോസ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേം ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് മുൻപ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ, വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ ഇൻട്രസ്റ്റ് നഷ്ടമാവും. ഓക്കെ, നോർമലി നമ്മൾ FD പ്രീമെച്യൂർ ക്ലോഷർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ നമുക്കൊരു എമൗണ്ട് നഷ്ടം ഉണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ്സ് മേ ബി ലോവർ ദാൻ NRE. ഇൻട്രസ്റ്റ് റേറ്റ്സ് NREനേക്കാൾ കുറവാവാം. ആസ് ദേ ആർ ഇൻ ഫോറിൻ കറൻസി. മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലല്ല, ഫോറിൻ കറൻസിയിലാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് NRE ഡെപ്പോസിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് FCNR അക്കൗണ്ടിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ 3 അക്കൗണ്ടുകളാണ്, 3 ടൈപ്പ് ഓഫ് NRI അക്കൗണ്ടുകളാണ് പറഞ്ഞത്. 1 NRO അക്കൗണ്ട്, 2 NRE അക്കൗണ്ട്, 3 FCNR അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഒരു ബേസിസിൽ നമുക്ക് ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കറൻസിയാണ് പറയുന്നത്. കറൻസി NRO അക്കൗണ്ട് ആണെങ്കിൽ ഇന്ത്യൻ റുപ്പി, NRE അക്കൗണ്ട് ഇന്ത്യൻ റുപ്പി, FCNRB ആകുമ്പോഴോ ഫോറിൻ കറൻസിയാണ് വരിക. ദെൻ നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്, എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. NRO അക്കൗണ്ടിൽ ഇന്ത്യൻ ഇൻകം, NRE അക്കൗണ്ടിൽ ഫോറിൻ ഇൻകം, FCNR അക്കൗണ്ടിലും ഫോറിൻ ഇൻകം. ദെൻ റീപാട്രിയേഷൻ, NROയിൽ റെസ്ട്രിക്റ്റഡ് ആണ്, NREയിൽ ഫുള്ളി റീപാട്രിയബിൾ, FCNRലും ഫുള്ളി റീപാട്രിയബിൾ.
ടാക്സ് ഓൺ ഇൻട്രസ്റ്റ്. NRO ടാക്സബിൾ ആണ്, NREയും FCNRും ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, നോട്ട് അറ്റ് ഓൾ ടാക്സബിൾ. ദെൻ ജോയിൻ്റ് അക്കൗണ്ട്. എങ്ങനെയാണ് ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? NROയിൽ NRIയുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻറ്റുമായിട്ടും എന്ത് ചെയ്യാം? ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാം. NREയിൽ NRIയുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. FCNRലും ഒരു NRI ആയിട്ട് മാത്രമേ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, കറൻസി റിസ്ക്. NRO അക്കൗണ്ടിൽ കറൻസി റിസ്ക് ഉണ്ട്. കാരണം എന്താ? ഇന്ത്യൻ റുപ്പിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. NRE അക്കൗണ്ടിലും കറൻസി റിസ്ക് ഉണ്ട്, അവിടെയും ഇന്ത്യൻ റുപ്പിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേസമയം FCNRൽ എന്തില്ല? കറൻസി റിസ്ക് ഇല്ല. കാരണം എന്താ? ഏൺ ചെയ്യുന്ന കറൻസി ഏതാണോ അതേ കറൻസിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലും നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അവിടെ കറൻസി റിസ്ക് ഇല്ല. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് അക്കൗണ്ട്. NROയും NREയും സേവിങ്സ് ആവാം, കറൻറ്റ് ആവാം, ഫിക്സഡ് ആവാം, റിക്കറിങ് ആവാം. അതേസമയം FCNR ഓൺലി FD, ടേം ഡെപ്പോസിറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NRI അക്കൗണ്ട്സ്. അപ്പോൾ NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. NRIസിന് മെയിനായിട്ട് 3 അക്കൗണ്ടുകളാണ്: NRO, NRE, FCNR. ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് NRO. ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് NRE. ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ഫോറിൻ കറൻസിയിൽ ഏൺ ചെയ്യാനുള്ളത് FCNRB അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NRI അക്കൗണ്ട്സ്.